അസ്സലാമലൈക്കും ദിവസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് നോമ്പ് തുറക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ഈ ചാനൽ പുതുതായിട്ട് ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോയാലോ. ആദ്യം തന്നെ ഇവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായി ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്യണം. ഇനി കട്ട് ചെയ്യാൻ പറ്റാത്തവർക്കാണെങ്കിൽ ചോപ്പറിൽ വെച്ചിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്താൽ മതി. ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 സ്പൂണ് കുരുമുളക് പൊടി, 1 സ്പൂണ് ഗരം മസാലപ്പൊടി, 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് ബീഫ് മസാല, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടുന്നത് വരെ. പൊടികളിലെല്ലാം പച്ചമണം നന്നായി മാറിയതിന് ശേഷം അതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് ഉപ്പിട്ടിട്ട് പുഴുങ്ങിയെടുത്തതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 2 മുട്ട പുഴുങ്ങിയത് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മല്ലിയിലയാണ്. മല്ലിയിലയും കൂടി ചേർത്തിട്ട് വീണ്ടും എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇപ്പോൾ എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി ബ്രെഡ് എടുത്തിട്ട് ഇതുപോലെ ഒരു ചെറിയ പാത്രം വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് റൗണ്ടാക്കി എടുക്കുന്നുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. അതിലേക്ക് 1/4 സ്പൂണ് കുരുമുളക് പൊടിയും ഒരു നുള്ളു ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. ഇനി കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുള്ള ബ്രെഡിൽ നിന്ന് ഒന്നെടുത്തിട്ട് അതിനകത്ത് ഫില്ലിങ് കുറേശ്ശെ വെച്ച് കൊടുക്കാം. ഇനി അതിൻ്റെ ഷെയ്ഡിലൊന്ന് ഒട്ടാൻ വേണ്ടിയിട്ട് മൈദയുടെ മിക്സാണ് കേട്ടോ. കുറച്ച് വെള്ളത്തിൽ കുറച്ച് മൈദ ഒന്ന് കട്ടിയിൽ കലക്കിയതിൻ്റെ ശേഷം ഇതിൻ്റെ ഷെയ്ഡിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുകയാണ്. ഷെയ്ഡിലൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് കൊടുത്തതിന് ശേഷം ഇനി വേറൊരു ബ്രെഡ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിലൊന്ന് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് എടുക്കാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതാ എല്ലാം ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് മിൽമയുടെ നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു നെയ്യിൽ മാത്രമാണ് കേട്ടോ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഒരെണ്ണം എടുത്തിട്ട് മുട്ടയുടെ ഈ മിക്സിലൊന്ന് നന്നായിട്ട് ഡിപ്പ് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കാം. എന്നിട്ട് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം ഇത് ഓരോന്ന് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഓരോ ഭാഗം ഒന്ന് കുക്കായിട്ട് വരുമ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അതാ നമ്മളെ അടിപൊളി സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നോമ്പ് തുറക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം തന്നെയാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. നാളെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.